പ്രിയങ്കയുടെ വയനാട്ടിലേക്കുള്ള വരവ് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഐശ്വര്യത്തിന്റെ വരവായിരുന്നു. പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിൽ നേട്ടങ്ങളുടെ ഒരു മാലപ്പടക്കമാണ് ഇത്തവണ കോൺഗ്രസിനുണ്ടായത്. അതിൽ ആദ്യം പറയേണ്ടത് കന്നി മത്സരത്തിൽ തന്റെ സഹോദരനെ പോലും കടത്തിവിട്ടി പ്രിയങ്കയുടെ വിജയം തന്നെയാണ്. പിന്നീട് പിണങ്ങിപ്പോയ അൻവർ വഴി നിലമ്പൂർ എന്ന മണ്ഡലവും തിരിച്ചുപിടിക്കാനായിരിക്കുന്നു. ഇതായപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പനമരം ഗ്രാമപഞ്ചായത്ത് ഭരണം UDF കൈക്കലാക്കിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ലക്ഷ്മി അലക്കമറ്റം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കുന്നത്. 22-ാം വാർഡ് വെള്ളേരി വയലിൽ നിന്നും വിജയിച്ച അംഗമാണ് ലക്ഷ്മി. നേരത്തെ ജനതാദൾ സർക്കിൾ സ്ഥാനാർത്ഥിയെ വിജയിച്ച ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ലക്ഷ്മി വിജയിച്ചത്. ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് 12 വോട്ടും LDF സ്ഥാനാർത്ഥിക്ക് 10 വോട്ടും ലഭിച്ചു. 23 അംഗങ്ങൾ ഉള്ള പനമരം ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ LDF 11, UDF 11, BJP 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. UDFനും LDFനും തുല്യ വോട്ട് കിട്ടിയതോടെ നറുക്കെടുപ്പിലൂടെയായിരുന്നു നേരത്തെ LDF പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കാലാവധി പൂർത്തിയാക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കവെ അവിശ്വാസ പ്രമേയത്തിലൂടെയായിരുന്നു CPIM പ്രതിനിധിയെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയത്. UDFിലെ സ്ഥാനാർത്ഥി തർക്കം കാരണമായിരുന്നു കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നത്. പ്രസിഡന്റ് പദവി ജനറൽ വനിതാ സംവരണമാണ്. UDF ധാരണാപ്രകാരം മുസ്ലിം ലീഗിനാണ് സ്ഥാനം. ലീഗിന് നിലവിൽ 3 വനിതാ അംഗങ്ങളുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ഒരു വിഭാഗം തയ്യാറാകാതെ വന്നതോടെ പ്രതിസന്ധി ഉടലെടുക്കുകയായിരുന്നു. പിന്നാലെ ജില്ലാ കമ്മിറ്റി ഇടപെട്ട് ലക്ഷ്മിയെ നിർദ്ദേശിക്കുകയായിരുന്നു. കൂടാതെ വയനാട് പഞ്ചാരക്കൊലയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് പ്രിയങ്ക ഗാന്ധി സന്ദർശിച്ചതും മറ്റൊരു വാർത്തയാണ്. കുടുംബം തകർന്ന നിലയിലാണെന്നും വീടിന്റെ പണി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ സഹായം എത്രയും പെട്ടെന്ന് ചെയ്തു നൽകുമെന്നും കുടുംബത്തെ അറിയിച്ചു കഴിഞ്ഞിരുന്നു പ്രിയങ്ക. ഇതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് പ്രിയങ്ക തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ലോക്സഭാ മണ്ഡലം MP ആയിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി ചെയ്യാത്ത പല കാര്യങ്ങളും പ്രിയങ്ക ചെയ്യുന്നു എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ തവണയും വന്യമൃഗത്താൽ ആക്രമിക്കപ്പെട്ട പലരും മരണപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും ഓടിയെത്താൻ രാഹുലിനെ കൊണ്ടായില്ലെങ്കിലും അവിടെയെല്ലാം ആ കുറവ് നികത്തുകയാണ് ഇപ്പോൾ പ്രിയങ്ക. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. അരമണിക്കൂറോളം പ്രിയങ്ക ഗാന്ധി കുടുംബത്തോടൊപ്പം ചെലവഴിച്ചിരുന്നു. വന്യജീവി പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു എന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. ഫെൻസിംഗ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ട്, അത് പരിഹരിക്കാൻ ശ്രമിക്കും. പരിഹാര പദ്ധതികൾ നടപ്പിലാക്കും എന്നും പ്രിയങ്ക ഉറപ്പു നൽകി. പദ്ധതികൾ നടപ്പിലാക്കാൻ ഫണ്ടുകളുടെ അപര്യാപ്തതയുണ്ട്. പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്രവും സംസ്ഥാനവും ഫണ്ടുകൾ അനുവദിക്കണമെന്നും MP പറഞ്ഞു. കൂടാതെ ഇന്ന് നടന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര പ്രചാരണ ജാഥയിൽ വെച്ച് അൻവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, അടുത്ത ഭരണം അത് കോൺഗ്രസിന് തന്നെയെന്ന്. അതായത് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം പൂത്തുലയും എന്ന് തന്നെയാണ് അൻവർ ഉറപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി നാട്ടിയ കോൺഗ്രസിന് ഇനി നിയമസഭ കൂടി പിടിച്ചെടുത്താൽ ആ വിജയം ഒരു ഉത്സവം തന്നെയാകും.